ഹലോ ഗായ്സ് അപ്പോൾ ഇവിടെ കൂണ് പറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇലകളുടെ അടിയിൽ നിന്ന് ആരാ വന്നേ നോക്കിയേ നമ്മുടെ തേരട്ട കൂണ് വന്നുകൊണ്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ. ആക്ച്വലി അവൻ കൂണൊന്നും കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നില്ല, കൂണിൻ്റെ തൊട്ടടുത്ത് അവൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇവന്മാരെയൊക്കെ നമുക്ക് ഒരുപാട് കാണാൻ കഴിയൂലേ. എനിക്ക് തേരട്ടേനെയും അതുപോലെ തന്നെ എല്ലാ ജീവികളെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗായ്സ്. അപ്പോൾ നിങ്ങൾക്കും ഇവന്മാരൊക്കെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇവരൊക്കെ എടുക്കുന്ന എനിക്കൊരു കൗതുകം തന്നെയാണ്, പുഴുവിനെ തേരട്ട അങ്ങനെയുള്ളതിലൊക്കെ കേട്ടോ. അപ്പം മഴക്കാലമായതുകൊണ്ട് ഇഷ്ടം പോലെ ജീവികളെ നമുക്ക് കാണാൻ സാധിക്കില്ലേ. അപ്പം ഇവൻ്റെ കൂടെ തന്നെ ഒരുപാട് കൂണുകളുണ്ടായിരുന്നു. അവനെ അപ്പം ഞാൻ സൈഡിലേക്ക് മാറ്റിവിട്ട് ബാക്കിയുള്ള കൂണുകളൊക്കെ പറിക്കുന്ന ബിസിയിലാണ് കേട്ടോ. അപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ പല ടൈപ്പിലുള്ള കൂണുകളുണ്ടാവും. അപ്പം നമ്മുടെ കൂണിൻ്റെ അരിക്കൂണിൻ്റെ സീസൺ അല്ലാതെ ഞാൻ പറഞ്ഞാൽ ഇപ്പം അങ്ങനെ എന്തൊക്കെ ഗായ്സ് ഈ കാണിക്കുന്നതിന് മുണ്ടിൻ്റെ കെട്ടൊക്കെ അടിക്കാൻ നോക്കുന്നുണ്ട് ഈ മണ്ടക്കണം. അപ്പം എന്താ ഞാൻ ചെയ്യുക ഗായ്സ്. അപ്പം നല്ല കൂണുകളും ചീത്ത കൂണുകളും ഈ ടൈമിലുണ്ടാകും. അപ്പോൾ നമ്മളതൊക്കെ എന്ത് ചെയ്യണം, ക്ലാരിഫൈ ചെയ്തിട്ട് വേണം പറിച്ച് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അരിക്കൂണിന് നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ്. നമ്മൾ ഇതിൻ്റെ വ്ളോഗൊക്കെ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ കുഞ്ഞ് നോക്കിയാൽ നമ്മുടെ കാപ്പീൻ്റെ പൊക്കത്ത് കയറുന്നത് ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ നമ്മൾ എവിടേക്ക് പറമ്പിൽ എസ്പെഷ്യലി നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞവരെല്ലാവരും നമ്മുടെ പുറകെ വരും കേട്ടോ. ഭയങ്കര സ്നേഹമുള്ള കുട്ടന്മാരാണ്. അപ്പോൾ നമ്മുടെ കണ്ണപ്പൻ ഇതേ പൈപ്പിൻ്റെ പൊക്കത്താണ് ഇരുന്ന് കീറുന്നത്. നമ്മുടെ കുഞ്ഞോ ഇത് നമ്മുടെ കുറുങ്ങിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഗ്രൂപ്പായിട്ട് നമ്മുടെ കൂടെ നമുക്ക് കൂട്ടായിട്ട് വന്നിരിക്കുകയാണ് കൂണ് പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനവിടെ ഭയങ്കരമായിട്ട് സാഹസികത കാണിച്ച് നമ്മുടെ കൂണ് പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കൂണ് പറിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ കുനിഞ്ഞ് ഒന്ന് ചത്തു കൂട്ടോ. അപ്പോൾ അതൊരവസ്ഥയാണ്. എങ്കിലും നമ്മൾ ടേസ്റ്റി കൂണ് കഴിക്കാമല്ലോ എന്നുള്ള ഒരു ആകാംക്ഷയിൽ നമ്മൾ കൂണുകളെല്ലാം വേഗം പറിക്കുമല്ലേ. അപ്പോൾ അത് നമുക്ക് ഇത്രയും നമുക്ക് 1 ബക്കറ്റ് ഫുൾ നമുക്ക് കൂണ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത് കുക്ക് ചെയ്ത് വരുമ്പോഴേക്കും എന്താവുമെന്ന് അറിയോ, 4 ബക്കറ്റ് ആവും ഗൈസ്. അതാണൊരു വിഷമം. അപ്പോൾ നോക്കിക്കേ, ഈ കൂണൊക്കെ ചീഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം പൈങ്കിളിൻ്റെ കൈക്കും പണി കിട്ടിയിട്ടുണ്ട്. കാരണം അപ്പം അങ്ങനെ ഈ കൂണ് പറിച്ച് കഴിയുമ്പോൾ കൊച്ചിൻ്റെ കൈ ഭയങ്കരമായിട്ട് സോഫ്റ്റാവും. ഈ കൂണിൻ്റെ ഈ ബ്ലാ 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 എന്നുള്ള സാധനം കയ്യിലായി കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് സോഫ്റ്റാവും. അപ്പം നമുക്കൊന്നും കുഴപ്പമില്ല, കയ്യിലായി കഴിഞ്ഞാൽ വേഗം പോകുമ്പോൾ അങ്ങനെ കയ്യിലതായി കഴിഞ്ഞാൽ തോല് പോകും ഗൈസ്. അതൊരു സീനാണ്. എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കൂണുകൾ നമ്മുടെ പറമ്പിൽ ദയവായിട്ട് നമുക്ക് നമ്മുടെ പ്രകൃതി നമുക്ക് തന്നതാണ് ഈ ടേസ്റ്റി കൂണ്. നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അത്രയും ടേസ്റ്റ് വേറൊരു ഫുഡിനും വരില്ല. അത്രയ്ക്ക് മോസ്റ്റ് ടേസ്റ്റാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ആർക്കും കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലോ കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം നമ്മുടെ കൂണുകളെല്ലാം അതേ ഫിനിഷ്ഡ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. മമ്മയും വാവാറ്റും ഒന്ന് വന്നിട്ട് പറമ്പിലേക്ക് പറഞ്ഞു വിടണം പരതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് 1 ബക്കറ്റ് ഫുൾ ഓഫ് കൂണ് കിട്ടി. പിന്നെ പങ്കനും ഇച്ചിരി കൂണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണമെങ്കിൽ നന്നാക്കേണ്ട പരിപാടിയുണ്ട്, കുക്ക് ചെയ്യേണ്ട പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ കുക്കിംഗ് വീഡിയോ ഒക്കെ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാനാരും മറക്കില്ല. അപ്പം നമുക്ക് അടുത്തൊരു സൂപ്പർ വീഡിയോയിലൂടെ വീണ്ടും കണ്ടുപിട്ടാം. എല്ലാവർക്കും ബൈ.